അസ്സാം വലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പം വന്നിട്ടുള്ളത് ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ ഇതൊരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ കുതിർത്ത് വെക്കുക 1 മണിക്കൂർ. എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ടടേങ്, അങ്ങനെ നമ്മളത് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു ബൂസ്റ്റിൻ്റെ പൊടി നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ഷേക്കിന് വരുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 പാക്കറ്റ് കട്ടപ്പാലാണ്. ആ ഒരു കട്ടപ്പാലും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ഈത്തപ്പഴം ഇട്ടതുകൊണ്ട് തന്നെ നല്ല മധുരം അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ഇടാം, പഞ്ചസാര ഇടാം കേട്ടോ. ഇനി പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് എടുക്കുക, അത് ഒഴിക്കുക, എന്നിട്ട് കുടിക്കുക. ഇന്നത്തെ നോമ്പ് തുറൻ്റെ നിങ്ങൾ ഡ്രിങ്ക് ഈ ഒരു ഷേക്ക് തന്നെ ആയിക്കോട്ടെ. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് പറയാനില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറും നമ്മളുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ.